ചങ്ങനാശ്ശേരിയിലെ തൃക്കൊടുത്താനം പൊട്ടംമൂഴിയിലാണ് ഹാഷിമും ഭാര്യ സിനിയും താമസിച്ചിരുന്നത്. 2010 ഇവരുടെ കല്യാണം കഴിഞ്ഞത്. ഹാഷിമിന് 39 വയസ്സും സിനിക്ക് 32 വയസ്സും ഉണ്ട്. ഇവർക്ക് 2 കുഞ്ഞു മക്കളുണ്ട്. രണ്ടും പെൺകുട്ടികളാണ്. ഹാഷിമിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഇവർ താമസിച്ചിരുന്നത്. ഇയാളുടെ സഹോദരങ്ങളൊക്കെ ആ ചുറ്റുപാടും തന്നെയാണ് താമസം. ഹാഷിമിന് കാറ്ററിംഗ് ജോലിയാണ്. സിനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഹാഷിമിന് ഭാര്യ എന്ന് വെച്ച ജീവനാണ്. അവൾ എന്ത് ചോദിച്ചാലും അയാൾ എങ്ങനെയെങ്കിലും അത് സാധിച്ചു കൊടുക്കും. ഭാര്യ കഴിഞ്ഞേ മക്കൾക്ക് പോലും അയാളുടെ മനസ്സിൽ സ്ഥാനമുള്ളൂ. അത്രയ്ക്ക് ഇഷ്ടമാണ് ഭാര്യയെ. സിനിയെ എന്തേലും കുറ്റം വീട്ടുകാരോ ആരെങ്കിലും പറഞ്ഞാൽ ഹാഷിമിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അയാൾ ഒരിഞ്ച് വിട്ടുകൊടുക്കാതെ വഴക്കിന് നിൽക്കും. സിനിക്ക് കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഹാഷിമിനോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ. സിനി പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാണ്: നമുക്ക് എൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. നമുക്ക് വേണ്ടി അച്ഛൻ 2 മുറിയൊക്കെ അഡീഷണലായിട്ട് പണിയാമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മക്കളെയും കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാം. ഹാഷിം അത് മാത്രം സമ്മതിച്ചില്ല. കാരണം പ്രായം ചെന്ന അച്ഛനമ്മമാരെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകാൻ അയാളുടെ മനസ്സനുവദിച്ചില്ല. അയാളുടെ ഊണിലും ഉറക്കത്തിലും എല്ലാം ഈ സിനി ഇതും പറഞ്ഞ് സ്വസ്ഥത കളഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ ഹാഷിമിന് തന്നെ തോന്നുകയാണ്, അവൾ പറയും പോലെ അവിടെ പോയി താമസിച്ചാൽ കാറ്ററിംഗ് ജോലിക്കും നല്ലൊരു സ്കോപ്പ് കിട്ടും. പിന്നെ അവിടെ സിനിയുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് താനും. അങ്ങനെ ചിന്തിച്ച് അയാൾ ഭാര്യ വീട്ടിൽ ഭാര്യയുടെ ആഗ്രഹപ്രകാരം താമസം മാറുകയാണ്. ഇത് ഹാഷിമിൻ്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ എതിർപ്പായിരുന്നെങ്കിലും അവരെ എല്ലാവരും ധിക്കരിച്ചു കൊണ്ടാണ് ഭാര്യയും മക്കളെയും കൊണ്ട് ഇയാൾ ഇറങ്ങുന്നത്. ഭാര്യ വീട്ടിൽ വളരെ സന്തോഷമായിട്ട് കഴിയവെയാണ് ഒരു ദിവസം ജോലി ആവശ്യമായിട്ട് അതിരാവിലെ കുറച്ച് അകലെ പോകുന്നത് ഹാഷിം. രാത്രി ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. ഞാൻ നാളെ രാവിലെ എത്തുമെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. എന്നാൽ ചില കാരണങ്ങളാൽ ഹാഷിമിന് അവിടെ തങ്ങേണ്ട ആവശ്യം വന്നില്ല. അതുകൊണ്ട് ജോലി കഴിഞ്ഞ ഉടനെ ഉച്ച കഴിഞ്ഞതും അവിടെ നിന്നും അയാൾ വീട്ടിലേക്ക് തിരിച്ചു. രാത്രിയോടെ വീടെത്തിയ ഹാഷിം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ഭാര്യ വീട്ടിൽ കണ്ടത്. ഹാഷിം എന്തായിരിക്കും അവിടെ കണ്ട ആ കാഴ്ച? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. ഹാഷിം ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റിയ ശേഷം ഹാഷിമിൻ്റെ വീട്ടുകാരുമായിട്ട് ചെറിയൊരു അകലം ഉണ്ടായി. അതൊന്നും അയാൾ അത്ര മുഖവിലേക്ക് എടുത്തില്ല. കാരണം ഭാര്യയുടെ സന്തോഷം മാത്രമേ അയാൾ നോക്കിയുള്ളൂ. സിനി സ്വന്തം വീട്ടിലെത്തിയ ശേഷം വളരെ ഹാപ്പിയായിരുന്നു. സിനിയുടെ അച്ഛനും അമ്മയും മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഒരു അനിയത്തി ഉള്ളതാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലാണ്, വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. സിനി ഹാഷിമിനോട് പറഞ്ഞിരുന്നത് ആ വീട്ടിൽ ഇവർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ 2 മുറിയൊക്കെ അച്ഛൻ പണി കഴിപ്പിച്ച് റെഡിയാക്കി തരുമെന്നാണ്. എന്നാൽ അതൊന്നും തൽക്കാലം അവിടെ ഉണ്ടായില്ല. പക്ഷെ സിനിക്ക് ഹാഷിം ഇങ്ങനെ കാറ്ററിംഗ് പണിക്ക് ഊണും ഉറക്കവുമില്ലാതെ നടക്കുന്നത് കണ്ട് സഹിക്കാനും കഴിഞ്ഞില്ല. സിനിയുടെ വീട് പത്തനംതിട്ടയിലെ വലഞ്ചൂഴിലാണ്. ഹാഷിം തൻ്റെ കാറ്ററിംഗ് പണിക്ക് നല്ല സ്കോപ്പ് അവിടെ കിട്ടുമെന്നാണ് ആദ്യമൊക്കെ കരുതിയത്. പക്ഷേ വർക്കൊന്നും അയാൾക്ക് അയാളുടെ വീട്ടിൽ കിട്ടിയതിൻ്റെ അത്ര ഇവിടെ കിട്ടുന്നില്ല. വർക്കൊന്നും അധികം കിട്ടാതായതോടെ ഹാഷിം ദൂരോട്ടൊക്കെ പണിക്ക് പോകാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ അയാൾ 2 ദിവസമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരാറുള്ളൂ. സിനിക്ക് നല്ല സങ്കടം തോന്നുകയാണ് ഭർത്താവിൻ്റെ ഈ കഷ്ടപ്പാടുകൾ കണ്ടിട്ട്. ഭർത്താവിനെ കുറച്ച് ഫിനാൻഷ്യലി സഹായിക്കാൻ പറ്റിയാൽ അത് അദ്ദേഹത്തിന് വലിയൊരു താങ്ങാവും എന്ന് കരുതി എന്തേലും ജോലി തനിക്ക് കിട്ടുമോ എന്ന് സിനി അന്വേഷിച്ചുകൊണ്ടേയിരുന്നു. അറിയാവുന്നവരോടൊക്കെ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ പറയണേ എന്ന് സിനി പറഞ്ഞിരുന്നു. വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത സിനിക്ക് അത് അത്ര എളുപ്പമല്ലായിരുന്നു നല്ലൊരു ജോലി കിട്ടാൻ. ഒടുവിൽ സിനി ഒരുപാട് പേരോട് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ഒരു ജോലി തരപ്പെട്ട് കിട്ടി. വീട്ടിൽ നിന്നും കുറച്ച് മാറി ഒരു ജ്യൂസ് കടയിലാണ് സിനിക്ക് ജോലി ശരിയായത്. സിനിക്ക് നല്ല സന്തോഷമായി. പക്ഷേ അപ്പോഴും ടെൻഷൻ അവൾക്കുണ്ടായിരുന്നു. കാരണം ഹാഷിം ജോലിക്ക് വിടുമോ എന്ന്. അയാളോട് ജോലി അന്വേഷിക്കുന്ന കാര്യം പോലും സിനി പറഞ്ഞിട്ടില്ല. ഭാര്യയെ ഒരു കാര്യത്തിനും പുറത്തൊരു സാധനം വാങ്ങാൻ പോലും വിട്ട് കഷ്ടപ്പെടുത്താതെ നോക്കുന്ന ആളാണ് അയാൾ. അപ്പോഴാണ് സിനി ജോലിക്ക് പോകാനിരിക്കുന്നത്, അതും ജ്യൂസ് കടയിൽ. സിനി രണ്ടും കൽപ്പിച്ച് അയാളോട് കാര്യം അവതരിപ്പിച്ചു.
ഹാഷിം കേട്ട പാടെ സിനിയെ ഒന്ന് നോക്കിയ ശേഷം വേണ്ട എന്ന ഒറ്റ വാക്കിൽ നിർത്തി. അവൾക്ക് വിടാൻ പറ്റുമോ ആശിച്ച് കിട്ടിയ ജോലി, അതും ഭർത്താവിനെ സഹായിക്കാൻ? സിനി ഹാഷിമിനോട് പറഞ്ഞു. നമ്മൾക്ക് ഈ വീട്ടിൽ ജീവിതകാലം മുഴുവൻ താമസിക്കാൻ പറ്റുമോ? ഇവിടെയാണെങ്കിൽ അത്ര സൗകര്യം പോലുമില്ല. മുറി കെട്ടുന്ന കാര്യമൊന്നും നടക്കുമെന്നും തോന്നുന്നില്ല. നമ്മൾക്ക് 2 പെൺകുട്ടികളല്ലേ വളർന്നു വരുന്നത്. അവർക്ക് എന്തേലും ഉണ്ടാക്കി വെക്കണ്ടേ? നല്ല വീട് എല്ലാം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ 2 പേർക്കും വരുമാനം വേണം. അതിനാണ് ഞാൻ ജോലിക്ക് ഇറങ്ങാമെന്ന് കരുതിയത്. ഇത് കേട്ട് ഹാഷിം നല്ലോണം സിനി പറഞ്ഞതിനെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. അയാൾ ആലോചിച്ചപ്പോൾ മക്കൾ പഠിച്ചു തുടങ്ങാറായി. അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കല്യാണം, മുന്നോട്ടുള്ള നല്ല ജീവിതം, ഇതൊക്കെ തൻ്റെ ഒരൊറ്റ വരുമാനം കൊണ്ട് മാത്രം നടന്നു പോകുന്നത് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ അത്ര പണിയും ഇല്ല. പിന്നീട് അയാൾ ഭാര്യയോട് ജോലിക്ക് പോകണമെങ്കിൽ പോകാൻ പറയുകയാണ്. സിനി കേൾക്കേണ്ട താമസം ജ്യൂസ് കടയിലെ ജോലിക്ക് കയറി. രാവിലെ ഒരു 10 മണിയോടെ ജ്യൂസ് കടയിൽ ജോലിക്ക് കയറിയാൽ ഒരു 5 മണിയാകുമ്പോൾ സിനി അവിടെ നിന്ന് ഇറങ്ങും. 5:30 കഴിയുമ്പോഴത്തേക്കും അവൾ വീട്ടിലും എത്തും. സിനിക്ക് ജ്യൂസ് അടിക്കലാണ് അവിടുത്തെ പണി. രഞ്ജിത്ത് എന്ന ആളിൻ്റെ ചെറിയൊരു കടയിലാണ് സിനി ജോലി നോക്കിയിരുന്നത്. ജ്യൂസ് കടയിൽ നിന്നും വന്നാൽ സിനിക്ക് ഭയങ്കര ക്ഷീണവും ഉറക്കത്തൂക്കവും ഒക്കെയാണ്. നേരത്തെ കയറി കിടന്ന് ഉറങ്ങും. കുട്ടികളുടെ കാര്യം പോലും നോക്കാൻ അവൾക്ക് പറ്റുന്നില്ല. ഹാഷിം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ഹാഷിം സിനിയോട് ചോദിച്ചപ്പോൾ സിനി പറഞ്ഞത് നല്ല തിരക്കുണ്ട് ആ കടയിൽ, ചെറിയ കടയാണെങ്കിലും. അതുകൊണ്ട് തന്നെ നല്ല അധ്വാനവും ഉണ്ട്. ശീലമാകും വരെ ഈ ഒരു ക്ഷീണവും അവശതയുമൊക്കെ ഉണ്ടാകും. അത് പിന്നെ അങ്ങ് ശീലമായിക്കൊള്ളുമെന്നായിരുന്നു. സിനിയുടെ കഷ്ടപ്പാട് കണ്ട് ഹാഷിമിന് നല്ല വിഷമം തോന്നി. മനസ്സില്ലാ മനസ്സോടെയാണ് അയാൾ അവളെ ജോലിക്ക് പിന്നെ വിട്ടിരുന്നത്. പോകെ ഹാഷിമിനോട് ചില ആൾക്കാരൊക്കെ സിനിയെ ഒന്ന് സൂക്ഷിച്ചോ, അവളുടെ പോക്കത്ര ശരിയല്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. പറയുന്നവരെല്ലാം ഹാഷിം കണക്കിന് കൊടുത്തു വിട്ടു. ഹാഷിമിൻ്റെ മനസ്സിൽ ഈ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങൾ ഒരു കോണിൽ തന്നെ കിടക്കുകയായിരുന്നു. അയാൾ സിനിയോട് തൽക്കാലം ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. ഹാഷിം ഒരു ദിവസം ഉച്ചയ്ക്ക് കാറ്ററിംഗ് ജോലിക്കിടെ അല്പസമയം കിട്ടിയപ്പോൾ സിനിയെ ഫോണിൽ വിളിക്കുകയാണ്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. സിനിക്കാണെങ്കിൽ കടയിലും പോകണ്ട, അവൾ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഭാര്യയോട് അല്പം കുശലം പറയാനാണ് ഹാഷിം വിളിച്ചത്. പക്ഷേ സിനിയുടെ ഫോണ് ഒടുക്കത്തെ എൻഗേജ്ഡ്, അതായത് ബിസി എന്നാണ് പറയുന്നത്. ഏകദേശം 1 മണിക്കൂറോളം സിനിയുടെ ഫോൺ ബിസി തന്നെയായിരുന്നു. ഹാഷിമിൻ്റെ ഉള്ളിലാണെങ്കിൽ ഈ ആൾക്കാർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ കിടക്കുന്നത് അണയാതെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അയാളിൽ ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുത്തു. ഹാഷിം പിന്നെ ഒന്നും നോക്കിയില്ല. അത് ക്ലിയർ ചെയ്യാനായിട്ട് അയാൾ ആ നട്ടുച്ചയ്ക്ക് ഒരിടം വരെ പോകുന്ന വഴി വീട്ടിലേക്ക് വെള്ളം കുടിക്കാൻ കയറിയതാണ് എന്ന രീതിയിൽ ഭാര്യ വീട്ടിലെത്തുകയാണ്. അപ്പോൾ അയാൾ അവിടെ കണ്ടത് സിനി ആരോ ആയിട്ട് സംസാരിച്ച് തകർക്കുന്നതാണ്. ഹാഷിമിനെ കണ്ടതും സിനി പെട്ടെന്ന് തന്നെ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഇതും കൂടി ആയപ്പോൾ അയാളുടെ സംശയം ഒന്നുകൂടി ദൃഢപ്പെട്ടു. ഇവൾ എന്നെ കണ്ട് എന്തിനാണ് ഫോൺ കട്ട് ചെയ്തത് എന്നൊക്കെ അയാൾ പെട്ടെന്ന് ചിന്തിച്ചു. സിനി ഒരു കൂട്ടുകാരിയാണ് തന്നെ വിളിച്ചതെന്ന് പറഞ്ഞ് തടി തപ്പുകയും ചെയ്തു. പക്ഷേ ഹാഷിം ഇതിൻ്റെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അയാൾ ജോലിസ്ഥലത്താണ് എന്ന് വിശ്വസിപ്പിച്ച് സിനിയുടെ വരവും പോക്കും എല്ലാം വാച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഹാഷിമിന് മനസ്സിലാവുന്നത്, താനില്ല എന്ന് പറയുന്ന ദിവസമെല്ലാം 5:30 കഴിഞ്ഞ് കടയിൽ നിന്നും വന്നിരുന്ന സിനി ഇപ്പോൾ വരുന്നത് അസമയത്തൊക്കെയാണ്. മാത്രമല്ല അർദ്ധരാത്രിയൊക്കെ അവൾ ഓൺലൈനിൽ തന്നെയാണ് ഇരിപ്പ്. ഇനി പരിശോധിക്കേണ്ടത് അവളുടെ ഫോണാണ്. അവൾ ആരോടാണ് സംസാരിക്കുന്നത്, എന്താണ് ഈ വിളിക്കുന്ന ആളുമായിട്ടുള്ള ഇടപാടെന്നൊക്കെ അത് കൈക്കലാക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഒരു ദിവസം ഒതുക്കത്തിൽ ഭാര്യയുടെ ഫോൺ അയാൾ കൈക്കലാക്കി. ആ ഫോണ് പരിശോധിച്ച ഹാഷിം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. തൻ്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കാൻ പറ്റുന്ന എല്ലാം ആ ഫോണിൽ തന്നെ ഉണ്ടായിരുന്നു. ഭാര്യയെ ജീവന് തുല്യം സ്നേഹിച്ച ആ മനുഷ്യൻ തകർന്നുപോയി. അയാൾ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുകയാണ് പിന്നീട് അങ്ങോട്ട്. ആ ഇടയ്ക്ക് ഹാഷിമിന് തൻ്റെ ജോലിയുമായിട്ട് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകേണ്ടി വന്നു. ഒരു ദിവസത്തേക്കാണ്, രാത്രി എത്തില്ല എന്ന് പറഞ്ഞ് ഹാഷിം പോവുകയാണ്.
നേരത്തെ പണി തീർന്നതിനാൽ അയാൾക്ക് ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് തിരിക്കാൻ പറ്റി. ഹാഷിം രാത്രിയോടെ വീടും എത്തി. അപ്പോൾ ആ വീട്ടിൽ എല്ലാവരും നല്ല ഉറക്കമാണ്. ഹാഷിം വന്നപ്പോൾ വാതിൽ തുറന്നു കൊടുത്തത് സിനിയുടെ അച്ഛനാണ്. അയാൾ മുറിക്കകത്ത് കയറിയപ്പോൾ കാണുന്നത് സിനി പാതിരാത്രിയിൽ കാമുകനുമായിട്ട് കൊഞ്ചി കുഴയുന്നതാണ്. ഹാഷിമിൻ്റെ നിയന്ത്രണം വിട്ടെങ്കിലും അയാൾ കുടുംബത്തിനെപ്പറ്റി ചിന്തിച്ച് സിനിയോട് വളരെ ക്ഷമയോടെ താനിത് നേരത്തെ അറിഞ്ഞുവെന്നും മനഃപൂർവ്വം ചോദിക്കാത്തതാണെന്നും പറഞ്ഞു. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാണ്. എനിക്ക് നീയും മക്കളുമല്ലാതെ വേറെ ആരുമില്ല. നിങ്ങളാണ് വലുത്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് ജീവിക്കാം. നീ ഇനി കടയിൽ ജോലിക്കൊന്നും പോകണ്ട. നമുക്കെല്ലാം മറക്കാം. എന്നിട്ട് നമുക്ക് പഴയതുപോലെ ജീവിക്കാം. ഇത്രയും കേട്ട സിനി ഒന്നും മിണ്ടാതിരുന്നപ്പോൾ ഹാഷിം കരുതിയത് സിനിക്ക് തൻ്റെ തെറ്റുകൾ മനസ്സിലായിട്ട് അവൾ കുറ്റബോധത്തിലിരിക്കുകയാണെന്നാണ്. എന്നാൽ അയാൾക്കവിടെ തെറ്റി. അവൾ ഒരൊറ്റ ഡയലോഗാണ് ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്: ഇത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ഞാൻ ജീവിക്കും. എനിക്കിഷ്ടമുള്ള അത്രയും ഞാൻ ആരോട് വേണമെങ്കിലും സംസാരിക്കും, ഓൺലൈനിലിരിക്കും. നിങ്ങൾ എന്നെ ഒന്ന് വിട്ടു പോയാൽ മതി. എനിക്ക് എൻ്റെ വഴി, നിങ്ങൾക്ക് നിങ്ങളുടെ വഴി. ഇത് കേട്ട് അയാൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇവർ പിന്നെ നല്ല രീതിയിൽ ആ രാത്രി വഴക്കിടുകയാണ്. പിറ്റേ ദിവസം ഹാഷിം ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോയും കണ്ടു. ജ്യൂസ് കടയുടെ ഓണറായ രഞ്ജിത്തുമായിട്ട് ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ. ഇത് ഹാഷിമിന് ഒട്ടും സഹിക്കാനായില്ല. അയാളുടെ നിയന്ത്രണം വിട്ട് അയാൾ അന്ന് സിനിക്ക് 2 അടിയൊക്കെ കരണത്ത് കൊടുത്തു. ഇതോടെ പ്രശ്നം വഷളായി എന്ന് പറയാതെ വയ്യ. സിനിയും മാതാപിതാക്കളും ചേർന്ന് സ്റ്റേഷനിൽ ഹാഷിമിനെതിരെ പരാതിയുമായി എത്തുകയാണ്. സ്റ്റേഷനിൽ ഒത്തുതീർപ്പിന് പോലീസ് ശ്രമിച്ചെങ്കിലും സിനിയും പാരൻസും തയ്യാറായില്ല. ഒടുവിൽ 2 പേരും 2 വീട്ടിലായി. കേസ് കോടതിയിലും എത്തി. ഹാഷിം സ്വന്തം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എന്നാൽ മക്കൾ സിനിക്കൊപ്പമായിരുന്നു. ഹാഷിമിന് ദിവസം ചെല്ലുന്തോറും സിനിയെയും മക്കളെയും കാണാതിരിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയായി. സിനി പോലും അറിയാതെ അയാൾ പോകുന്ന വഴിയൊക്കെ അവളെയും കാത്ത് നിൽക്കും. അതായത് ഒളിഞ്ഞു നിന്നാണ് ഭാര്യയെ കാണുന്നത്. എന്നാൽ സിനിക്കാണെങ്കിൽ യാതൊരു വിഷമമോ കുറ്റബോധമോ ലെവലേശോ ഇല്ല. അവൾ കാമുകനായ രഞ്ജിത്തുമായിട്ട് എൻജോയ് ചെയ്താണ് നടക്കുന്നത്. കോടതിയിൽ ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞത് ഹാഷിം ഒരു സംശയരോഗിയാണെന്നും സ്ഥിരം മദ്യപിച്ചു വന്ന് ഓരോരുത്തരുടെ പേരും പറഞ്ഞ് തന്നെ മർദ്ദിക്കുമെന്നൊക്കെ ആയിരുന്നു. ഹാഷിം തൻ്റെ വിഷമങ്ങളും ഉണ്ടായ പ്രശ്നങ്ങളുമെല്ലാം കൂട്ടുകാരായ നാട്ടുകാർ ചിലരോടൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഹാഷിം എങ്ങനെയോ ഒരു കാര്യം അറിയുന്നത്: സിനി വീട്ടിലെ കുളിമുറിയിൽ വീണ് കാലിന് പരിക്ക് പറ്റിയെന്നും. ഹാഷിമിന് അടങ്ങിയിരിക്കാൻ തോന്നിയില്ല. ഹാഷിമാണെങ്കിൽ വീട്ടിലെ ലാൻഡ് ഫോണിലും സിനിയുടെ മൊബൈലിലും ഒക്കെ പല തവണ വിളിച്ചിട്ടും അവിടെ ആരും ഫോൺ എടുക്കുന്നുമില്ല. അയാൾ കൂട്ടുകാരനായ അജാസിനെ വിളിച്ചിട്ട് പറയുകയാണ്: എടാ, സിനി ബാത്റൂമിൽ വീണ് കാലിന് എന്തോ പറ്റിയെന്നാണ് അറിഞ്ഞത്. ഞാനാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. നീ എന്താണെന്ന് അന്വേഷിച്ച് പറയണം. വീട്ടിലാണോ ആശുപത്രിയിലാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് പറയണം എന്ന് അജാസിനോട് ഹാഷിം പറയുകയാണ്. കൂട്ടുകാരും വീട്ടുകാരും എല്ലാം ഹാഷിമിനെ നല്ലോണം ഉപദേശിക്കുകയാണ്. അവളെ വഴിക്ക് പോട്ടെ, നീ നിൻ്റെ വഴിക്ക് പോ, അവളുടെ പിന്നാലെ ഇങ്ങനെ നാണം കെട്ട് നടക്കരുത് എന്നൊക്കെയാണ് ഹാഷിമിനോട് എല്ലാവരും പറഞ്ഞത്. ഹാഷിമുണ്ടോ കേൾക്കാൻ? അയാൾ കാമുകനെ പോലെ ഒളിച്ചു നിന്നാണ് ഭാര്യയെ ഒരു നോക്ക് കാണാൻ പോലും നിൽക്കുന്നത്. അപ്പോഴാണ് ഹാഷിം സിനിയെ നേരിട്ട് കണ്ട് ഇത് ഒത്തുതീർപ്പാക്കണം എന്നൊരു തീരുമാനത്തിൽ വീണ്ടും എത്തുന്നത്. അയാൾ നേരെ ജ്യൂസ് കടയിലേക്ക് പോവുകയാണ്. പക്ഷെ കട അടച്ചിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത കടയിലെ ആളോട് ചോദിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് രഞ്ജിത്തുമായിട്ട് കാറിൽ കയറി എവിടെയോ പോയിരിക്കുകയാണെന്നും ഇത് മിക്ക ദിവസമുള്ള പരിപാടിയാണെന്നും. ആ കടക്കാരൻ പറഞ്ഞ കാര്യം കേട്ടതോടെ ഹാഷിമിന് ഭ്രാന്ത് പിടിച്ചതുപോലെയായി. അയാൾ ആ ജ്യൂസ് കട അടിച്ചങ്ങ് തകർത്തു. അതിനുശേഷം കൂട്ടുകാരനായ അജാസിനെ വിളിച്ച് പറയുകയാണ്: ഞാൻ പോവുകയാണ്, ചിലപ്പോൾ നീ എന്നെ ഇനി കാണുമെന്നില്ല. എന്തായാലും ഞാൻ സിനിയെ വിളിക്കാൻ പോവുകയാണ്. അവൾ എനിക്കൊപ്പം വന്നില്ലെങ്കിൽ ഒന്നുകിൽ അവളെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ അവളുടെ കാമുകനെ ഞാൻ കൊല്ലും. 2024 ഡിസംബർ 29 ഹാഷിം രാത്രിയോടെ സിനിയുടെ വീടിന് മുന്നിൽ എത്തുകയാണ്. സിനിയെ മക്കളെ വിളിക്കുകയാണ് അയാൾ. സിനി, മക്കളെയും കൊണ്ട് ഇറങ്ങി വാ, നമുക്ക് പോയി നമ്മുടെ വീട്ടിൽ പോയി ജീവിക്കാമെന്ന്.
പക്ഷേ സിനിയും മാതാപിതാക്കളും വാതിൽ തുറന്നില്ല. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം സിനി, ഇറങ്ങി വാ എന്ന് അയാൾ ഒരുപാട് തവണ വിളിച്ചു കൂവി. പക്ഷെ ആ വീട്ടുകാർ വാതിൽ തുറന്നതേയില്ല. പിന്നെ ഹാഷിം ചെയ്തത് അയാൾ കയ്യിൽ കൊണ്ടുവന്ന പെട്രോള് തലവഴി ഒഴിച്ച് അയാളുടെ ജീവൻ അങ്ങ് കളയുകയാണ് ഭാര്യയുടെ വീടിൻ്റെ മുറ്റത്ത് വെച്ച്. പോലീസിന് പിന്നീട് ഹാഷിമിൻ്റെ വീട്ടിൽ നിന്നും ഒരു കത്ത് എഴുതി വെച്ചതും കിട്ടി. അതിൽ അയാൾ ആദ്യമായിട്ട് എഴുതി വച്ചിരിക്കുന്ന പേര് കാമുകൻ രഞ്ജിത്തിൻ്റെയും പിന്നീട് സിനിയുടെ മാതാപിതാക്കളുടെയും ആണ്. ഒടുവിലാണ് സിനിയുടെ പേര് പോലും അയാൾ എഴുതി വച്ചിരിക്കുന്നത്. നാട്ടുകാരെല്ലാം സിനിയെ ജീവപര്യന്തം ശിക്ഷിക്കണമെന്ന് പറഞ്ഞ് രംഗത്തെത്തി. ഭാര്യ ഒരിക്കലും ഇനി തന്നിലേക്ക് വരില്ല എന്ന് മനസ്സിലാക്കിയ അയാളുടെ മുന്നിൽ തെളിഞ്ഞ വഴിയാണ് ആ ഒരു മരണം. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.